ദിലീപേട്ടന്റെ ഹ്യൂമർ സിനിമകൾ നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അളിയൻ, അച്ഛൻ, അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒപ്പമോ അതിനേക്കാളും മുകളിലുള്ള പ്രേക്ഷകരുള്ളിൽ കയറുന്നതാണ്. ഇപ്പം പറക്കുന്നിലാണ്, ജെ.ഡി. മൂസ, കാര്യസ്ഥൻ, പഞ്ചാബി ഹൗസ്, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. ഇതില് ജോണി ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ത്രൂട്ട് നിൽക്കുന്നതാണോ അത് എന്താണ് അതിന്റെ? ആദ്യമേ ദിലീപനോട് പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ വിളിക്കരുത്, ഒരു നില കണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. വളരെ കൺട്രോളായിട്ടുള്ള അഭിനയം പടം കണ്ട മനസ്സിലാകും. വളരെ അത് വിനീതന്റെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ചെയ്യുന്ന കാര്യമായിട്ട്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായതായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കളച്ചായിരിക്കുന്നത്. ജോലി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദിലീപ് സെക്യൂരിറ്റി, ദിലീപ് കെയർടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞത് രാത്രി 4:30 ചെങ്ങാനായിട്ട് പോകണോണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ചുള്ള സിനിമകൾ സംവിധാനം ചെയ്തു, ഇപ്പം അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നാളെ ചിലപ്പോൾ എന്നെ കുറിച്ചും അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കേട്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, നോട്ട്സ് കഴിയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനീതിയുടെ പടം കണ്ടിരിക്കുകയാണ്, നല്ല രസമുണ്ട്, ആദ്യമായിട്ട് കാണാത്തൊരു പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫിലിമും കിടുങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അല്ല, ഇത് കാരണം